ഒരു നിലക്കും വരുമാനം ഉണ്ടാക്കാനും അറിയില്ല. അതുപോലെ തന്നെ വികസന പ്രവർത്തനങ്ങൾ ഇംപ്ലിമെൻ്റ് ചെയ്യാനും അറിയില്ല. അതുപോലെ തന്നെ മുഴുവൻ തീരുമാനങ്ങളും ജനങ്ങൾക്കെതിരെ, സാധാരണക്കാർക്കെതിരെ, തൊഴിലാളികൾക്കെതിരെ തോന്നിയതൊക്കെ ചെയ്യുകയാണ് പോണ പോക്കിൽ. എനിക്ക് തോന്നുന്നു ഏതാണ്ട് ഉറപ്പായിട്ട് ഇനി നമ്മളില്ല എന്നാ പിടിച്ചോ എന്ന് പറഞ്ഞിട്ട് പോണതൊക്കെ ചെയ്യാൻ പറ്റുന്നതൊക്കെ പൊടിച്ചൂരി കിഫ്ബിയുടെ പണം തിരിച്ചടക്കണം എന്നുണ്ടെങ്കിൽ പഠിച്ച പണി 18 നോക്കിയോല്ലോ. ലണ്ടനിൽ പോയി മണി മുട്ടി നോക്കി, അതേപോലെ തന്നെ ഇവിടെ കിടന്ന് തല കുത്തി മറിഞ്ഞു നോക്കി. ഇത് അവസാനം ജനങ്ങൾ ടോൾ കൊടുക്കണം. സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം ജീവിക്കാൻ പ്രയാസമാവും. അങ്ങോട്ട് തിരിഞ്ഞാൽ ടോൾ, ഇങ്ങോട്ട് തിരിഞ്ഞാൽ ടോൾ. അതുപോലെ തന്നെ കുടിക്കാൻ വെള്ളമില്ല പാലക്കാട്ടെ ജനങ്ങൾ. നമസ്കാരം. ഇക്കഴിഞ്ഞ ദിവസം വന്ന പ്രധാനപ്പെട്ട ഒരു വാർത്തയായിരുന്നു ഈ ടോൾ പിരിവ് എന്ന് പറയുന്നത്. എന്തായാലും ഈ ടോൾ പിരിവിനെതിരെ പ്രതിപക്ഷ കക്ഷികളെല്ലാവരും തന്നെ ഒരേ സ്വരത്തിൽ പ്രതിഷേധവുമായി രംഗത്ത് വന്നിരിക്കുകയാണ്. വരുമാനം ഇല്ലെങ്കിൽ എന്തിനാണ് കിഫ്ബി എന്നുള്ള ചോദ്യമാണ് PK കുഞ്ഞാലിക്കുട്ടി അടക്കമുള്ളവർ ഉന്നയിക്കുന്നത്. എന്തായാലും PK കുഞ്ഞാലിക്കുട്ടി ഇപ്പോൾ മാധ്യമങ്ങളോട് പ്രതികരിക്കുകയാണ്. വളരെ വേഗം ഇന്ത്യ രാജ്യത്തെയും അതുപോലെ തന്നെ കേരളത്തെയും സാധാരണക്കാർക്ക് വേണ്ടി രക്ഷിച്ചില്ല എങ്കിൽ രാജ്യം വലിയ അപകടത്തിലേക്ക് പോവാണ്, സംസ്ഥാനം വലിയ അപകടത്തിലേക്ക് പോവാണ്. കാരണം തൊഴിലാളികളെ, സാധാരണക്കാരെ, താഴ്ന്ന വരുമാനക്കാരെ, മാർജിനലൈസ് ചെയ്ത ജനവിഭാഗങ്ങളെ അവരെ ഓർമ്മയില്ലാത്ത പോക്കാണ്. ഇവിടെ ഇപ്പോൾ റഹ്മത്തുള്ള പറഞ്ഞു പൊതുമേഖലാ സ്ഥാപനങ്ങളെക്കുറിച്ച്. ഞങ്ങളുടെ കാലത്തൊക്കെ എത്ര പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ ശമ്പളം മുടങ്ങിയിട്ടുണ്ടായിരുന്നു എന്നുള്ളതായിരുന്നു ചർച്ച. ഇപ്പോൾ ഏതെങ്കിലും പൊതുമേഖലാ സ്ഥാപനത്തിൽ ശമ്പളം മര്യാദ കിട്ടുന്നുണ്ടോ, എവിടെയെങ്കിലുമൊക്കെ കിട്ടുന്നുണ്ടോ എന്നുള്ളതായി ചർച്ച. ഞാനിത് ആലങ്കാരികമായി പറയുന്നതല്ല. പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ഒരു കാര്യം ഒന്ന് അന്വേഷിച്ചാൽ മതി. ഒരു കൊല്ലത്തിൽ 2 മാസത്തെ ശമ്പളമൊക്കെ എപ്പോഴെങ്കിലും കൊടുക്കും. KSRTC മാത്രമല്ല, മറ്റെല്ലാ പൊതുമേഖലാ സ്ഥാപനങ്ങളിലെയും സ്ഥിതി അത് തന്നെയാണ്. അതൊരു വിഷയമല്ല, അത് ചർച്ചാ വിഷയമല്ല. അങ്ങനെ ആയിപ്പോയി. തൊഴിലാളികളുടെ വലിയ അപ്പോസ്തലന്മാരാണല്ലോ ഭരിക്കുന്നത്. അപ്പം പിന്നെ അവർ നോക്കിക്കോളും എന്ന ഒരു പൊതുധാരണ പണ്ടുണ്ടായിരുന്നു. ഇപ്പം അമേരിക്കയിൽ ട്രംപ് അധികാരത്തിൽ വന്ന മാതിരിയാണ്, തോന്നിയതൊക്കെ ചെയ്യുകയാണ് പോണ പോക്കിൽ. എനിക്ക് തോന്നുന്നു ഏതാണ്ട് ഉറപ്പായിട്ട് ഇനി നമ്മളില്ല എന്നാ പിടിച്ചോ എന്ന് പറഞ്ഞിട്ട് പോണതൊക്കെ ചെയ്യാൻ പറ്റുന്നതൊക്കെ പൊടിച്ചൂരി ചെയ്യാവുന്നതൊക്കെ ചെയ്യണം. അല്ലെങ്കിൽ ബ്രൂവറി ഇപ്പം സ്ഥാപിക്കും ആരെങ്കിലും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ തുടക്കത്തിൽ നോക്കിക്കൂടെ? ഇപ്പം പോണ പോക്കിൽ ഈ ബ്രൂവറി സ്ഥാപിക്കാൻ നോക്കുന്നതൊക്കെ ഏതാണ്ട് ഒരു ബോധ്യം വന്നിരിക്കുന്നു. ഈ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിലെ ഇലക്ഷൻ്റെയും അതുപോലെ ബൈ ഇലക്ഷൻ്റെയും ഒക്കെ റിസൾട്ട് കണ്ടിട്ടാവും ഇനി നമ്മളില്ല എന്നാ പിടിച്ചോ പോണ പോക്കല്ലേ എന്നുള്ള ധാരണയിലാണ് എന്ന് തോന്നുന്നുണ്ട്. പക്ഷെ എന്തായാലും UDF വന്നേ തീരൂ. അതുപോലെ തന്നെ തൊഴിലാളികളെയും സാധാരണക്കാരെയും രക്ഷപ്പെടുത്തിയേ പറ്റുള്ളൂ. മുരളീധരൻ പറഞ്ഞല്ലോ കിഫ്ബി. ഞങ്ങൾ തുടക്കത്തിൽ പറഞ്ഞാണ്, വരുമാനമില്ല എങ്കിൽ എന്തിനാ കിഫ്ബി? റോഡും കാര്യങ്ങളും ഒക്കെ പണ്ടും നടന്നിരുന്നില്ല. ടാക്സ് വരുമാനം കൊണ്ട് റോഡ് കെട്ടാനും പാലം കെട്ടാനും ആണെന്നുണ്ടെങ്കിൽ പിന്നെ ഈ ഒരു വെള്ളാനയെ വേറെ സൃഷ്ടിക്കേണ്ട ആവശ്യമില്ല. അതിന് തലപ്പത്ത് കുറേ റിട്ടയർഡ് ഉദ്യോഗസ്ഥന്മാരെല്ലാവരും കൂടി വെച്ച് മറ്റൊരു ഏജൻസിയുടെ ആവശ്യമില്ല. അതുകൊണ്ട് ഈ വളഞ്ഞ വഴിക്ക് മൂക്ക് പിടിക്കണ്ട. കേന്ദ്രം പണം തരുന്നില്ല, ലോൺ എടുക്കാൻ സമ്മതിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഉമ്മൻചാണ്ടിയൊക്കെ ചെയ്തിരുന്നത് പോലെ അത് പോയി വാങ്ങാനുള്ള കഴിവ് പ്രകടിപ്പിക്കുകയാണ് വേണ്ടത്. വേണ്ടത്. ആ സമയത്ത് പോയി പറയുന്നിടത്തൊക്കെ ഒപ്പിട്ട് കൊടുത്തു. എന്നിട്ട് വന്നിട്ട് ഇവിടെ കിഫ്ബി ഉണ്ടാക്കി. അവസാനം കിഫ്ബി കൊണ്ട് എന്താ കാര്യം? കിഫ്ബിയുടെ പണം തിരിച്ചടക്കണം എന്നുണ്ടെങ്കിൽ പഠിച്ച പണി 18 നോക്കിയോല്ലോ. ലണ്ടനിൽ പോയി മണി മുട്ടി നോക്കി, അതേപോലെ തന്നെ ഇവിടെ കിടന്ന് തല കുത്തി മറിഞ്ഞു നോക്കി. ഇത് അവസാനം ജനങ്ങൾ ടോൾ കൊടുക്കണം. ഇതേ ഒന്നിന് ഞാൻ എൻ്റെ പ്രസംഗത്ത് പറഞ്ഞാണ്, കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് ടോൾ പിരിക്കേണ്ടി വരും. ഇത് ടോൾ പിടിക്കാപ്പോൾ ഇത് പേടിച്ച് അരച്ചരച്ച് നിന്ന് ഇപ്പോൾ പോണ പോക്കിൽ ഇത് ഏർപ്പെടുത്തി കളയാം എന്ന് പറഞ്ഞ് ടോൾ ഏർപ്പെടുത്തി. നാട്ടിലുള്ള എല്ലാ പാലങ്ങൾക്കും ടോള്, നാട്ടിലുള്ള ചെറിയ ചെറിയ പാലങ്ങൾക്കും അതുപോലെ റോഡുകൾക്കും ഒക്കെ ടോൾ എടുത്തു കളഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ മേജർ റോഡിനും പാലത്തിനും ഒക്കെ മാത്രമായി ടോള് ചുരുക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഇവരുടെ കിഫ്ബി കാരണം ഇപ്പോൾ ഇവിടെ മുരളീധരൻ പറഞ്ഞ പോലെ തലങ്ങും വിലങ്ങും ടോള്. അങ്ങോട്ട് തിരിഞ്ഞാലും പൈസ കൊടുക്കണം, ഇങ്ങോട്ട് തിരിഞ്ഞാലും പൈസ കൊടുക്കണം. കേരളം പോലെ ജനസാന്ദ്രത ഉള്ള ഒരു സ്റ്റേറ്റിൽ ഒരു റോട്ടിൽ നിന്ന് മറ്റേ റോട്ടിലേക്ക് തിരിഞ്ഞാൽ ഇത് ഇങ്ങോട്ട് ഇറങ്ങി ടോള് കൊടുക്കലല്ലാതെ പോണ്ടാതെ വെക്കുന്ന അതിനേക്കാളും നല്ലത്.
അതിനേക്കാളും നല്ല അതാണ്, അല്ലെങ്കിൽ നടന്നു പോകാൻ നല്ലത്. അപ്പോൾ ടോളിൻ്റെ ഒരു കൈലാശമായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കറിയാം ഈ രീതിയിലുള്ള ദുർഭരണമാണ്. അപ്പോൾ തൊഴിലാളികൾ, സാധാരണക്കാർ, ആളുകളെ മുഴുവൻ മറന്ന് കുറച്ച് മുതലാളിമാർ ബാക്കിയുള്ളവർക്ക് വേണ്ടി ഉള്ള ഒരു ഭരണപരിഷ്കാരങ്ങൾ, ഒരു ഭരണപരിഷ്കാരത്തിനും ഇപ്പോൾ മടിക്കുന്നില്ല. ഞാൻ ട്രംപിൻ്റെ ഉദാഹരണം പറഞ്ഞാൽ അങ്ങനെ, ട്രംപ് അധികാരത്തിൽ വന്നപ്പോൾ കണ്ടില്ലേ, സാധാരണതയിൽ മനുഷ്യൻ ചെയ്യാൻ മടിക്കുന്നതൊക്കെ ട്രംപ് ചെയ്യുന്നുണ്ട്. ഇന്ത്യ ഗവൺമെൻറ് വിവരം തന്നെ അറിഞ്ഞിട്ടില്ല. ഒരു വിമാനം നിറച്ച് 100-200 ആളുകളെ സൈനിക വിമാനത്തിൽ കയറ്റി അവിടുന്ന് ഇങ്ങോട്ട് പാർസൽ ചെയ്തിട്ടുണ്ട് എന്നുള്ള വിവരം തന്നെ ഗവൺമെൻറ് അറിഞ്ഞിട്ടില്ല. വാർത്ത പുറത്തു വന്നപ്പോഴാണ് കയറ്റി അയച്ചത് മനുഷ്യന്മാരാണ് എന്നുള്ളത് ഗവൺമെൻറ് അറിയുന്നത്, നമ്മൾ തന്നെ അറിയുന്നു. ഇന്ന് രാവിലെ വന്ന് ഇറങ്ങുകയാണ്. കോൺഗ്രസ് എത്ര കാലം ഈ രാജ്യം ഭരിച്ചു? നയ രംഗത്ത് ഇങ്ങനെ ഒരു പരാജയം വേറെ ഉണ്ടായിട്ടുണ്ടോ? അവിടുന്ന് ആളുകളെ ട്രംപ് നമ്മളെ ബായി ആണെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ അവസാനം അവിടെയുള്ള ഉണ്ടായിരുന്ന ആളുകളെ അവിടെ നിന്നിട്ട് കുടിയൊഴിപ്പിക്കുക. നമ്മൾ ഒരുപാട് ഗൾഫ് രാജ്യങ്ങളിലൊക്കെ പിന്നെ അനധികൃത കുടിയേറ്റക്കാരെ അവർക്ക് പൊതുമാപ്പ് കൊടുക്കും. അങ്ങനെയൊക്കെയാണ് അവർ. എന്നിട്ട് അവിടെ നിൽക്കാൻ പാടില്ല എന്ന് പറയല്. ഇതെന്താ ട്രംപ് ചെയ്തത്? ഒറ്റക്കയറ്റി അയക്കൽ. ഇനിയിപ്പോൾ ഒരുപാട് ആളുകൾ വരുന്നുണ്ട്. അപ്പോൾ വല്ലാത്തൊരു കാലമാണ് ഇന്ത്യ. ഡോളറിൻ്റെ പിന്നെ വിനിമയ നിരക്ക് മേലോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. നമ്മളെ ഉറുപ്പിയുടെ വില താണുകൊണ്ടിരിക്കണം. വിലക്കയറ്റം പിന്നെയും ഉണ്ടാവും. അവർക്ക് പ്രശ്നമല്ല, ഇന്ത്യ ഗവൺമെൻറ്റിന് പ്രശ്നമല്ല. കാരണം എന്താ വെച്ചാൽ മുതലാളിമാരതൊന്നും ബാധിക്കൂല. വിലക്കയറ്റം ഉണ്ടായാൽ അവിടുന്ന് ഇങ്ങോട്ട് ഉറുപ്പ്യൻ്റെ വില കുറഞ്ഞാൽ അവിടുന്ന് ഇങ്ങോട്ട് പൈസ അയക്കുമ്പോൾ മെച്ചാണ്. അപ്പോൾ എന്താണ് അവരെ കണക്കൂടുക? സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം ജീവിക്കുക പ്രയാസമാവും. അങ്ങോട്ട് തിരിഞ്ഞാൽ ടോള്, ഇങ്ങോട്ട് തിരിഞ്ഞാൽ ടോള്. അതുപോലെ തന്നെ കുടിക്കാൻ വെള്ളമില്ല. പാലക്കാട്ടെ ജനങ്ങൾ കൊക്കക്കോല കമ്പനി പറ്റൂല എന്നും പറഞ്ഞ് സമരം ചെയ്ത് കെട്ടിച്ച നാട്ടിൽ അതിനേക്കാളും വലിയ വെള്ളം ഊറ്റുന്ന ബ്രൂവറി കൊണ്ടുവരണു എന്ന് പറഞ്ഞാൽ ചിന്തിക്കാൻ പറ്റുമോ? എന്ത് വേണമെങ്കിലും ആവാം എന്നുള്ള ഒരു വിചാരമാണ്. ആ ബ്രൂവറി നടപ്പിലാക്കാനുള്ള സമയമൊന്നും ഇടതുപക്ഷ ഗവൺമെൻറ്റിനില്ല. അതുകൊണ്ട് പറഞ്ഞത് ശരിയാണ്, അതുകൊണ്ട് നടപ്പിലാവാനും പോകുന്നില്ല, യാതൊരു സംശയവും ആർക്കും വേണ്ട. കാരണം ആ മേഖലയിൽ ഒട്ടും വെള്ളമില്ല. അപ്പോൾ ഈ രീതിയിലുള്ള അൺപോപ്പുലറായ, ജനങ്ങളെ ദ്രോഹിക്കുന്ന, പ്രത്യേകിച്ച് തൊഴിലാളികളെ, സാധാരണക്കാരെ ദ്രോഹിക്കുന്ന ഒരു ഗവൺമെൻറ് ഒരു നിലക്കും വരുമാനം ഉണ്ടാക്കാനും അറിയില്ല. അതുപോലെ തന്നെ വികസന പ്രവർത്തനങ്ങൾ ഇംപ്ലിമെൻ്റ് ചെയ്യാനും അറിയില്ല. അതുപോലെ തന്നെ മുഴുവൻ തീരുമാനങ്ങളും ജനങ്ങൾക്കെതിരെ, സാധാരണക്കാർക്കെതിരെ, തൊഴിലാളികൾക്കെതിരെ. ഇത് നമുക്ക് അനുവദിക്കാൻ വയ്യ. അതിനെതിരായിട്ടുള്ള വലിയ പ്രക്ഷോഭമാണ് ഈ നാട്ടിൽ നടക്കുന്നത്.